السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ അയ്യുഹൽ വലദ്, അള്ളാഹു നമുക്ക് പഠിക്കാൻ അവസരം തന്നത് അൽഹംദുലില്ലാഹ്. അള്ളാഹു തആല വല്ലാതെ സ്തുതിക്കുന്നു. അള്ളാഹുവെ, നീ സ്വീകരിക്കണേ അള്ളാഹ്. ഇതൊക്കെ പഠിക്കുന്ന നല്ലവരായ ശ്രോതാക്കൾ, പഠിതാക്കൾ, റബ്ബേ, ഇതൊക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന നല്ലവരായ പഠിതാക്കൾ, ഈ ദർസിലേക്ക് ആളുകളെ സംഘടിപ്പിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹ് നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബിസ്മില്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവും. അസൂയ മുഖേനയാണ് ഒരാളുടെ ചോദ്യവും വിമർശനങ്ങളൊക്കെ എങ്കിൽ അതൊരിക്കലും നീങ്ങൂല. അതായിരുന്നു ഒന്നാമത് സംസാരിച്ചത്. ഇന്നതിൻ്റെ രണ്ടാമത്തെ കാര്യമാണ് സംസാരിക്കുന്നത്. 4 കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അൻ തകൂന ഇല്ലത്തുഹു മിനൽ ഹമാഖ. ഈ കാരണം, രോഗം ഹമാഖത്തിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ, ഹമാഖത്ത് എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തം. വഹുവ അയ്ളൻ ലാ യഖ്ബലുൽ ഇലാജ്. ഒന്നാമത്തത് അസൂയ മുഖേനയാണ് ഓനക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, എന്നാൽ അതിന് ചികിത്സ ഇല്ല. എന്നാൽ ഇവിടെയും ഹമാഖത്ത് മുഖേനയാണെങ്കിൽ അതിനും ചികിത്സ ഇല്ല. കമാ ഖാല ഈസ അലൈഹിസ്സലാം, സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഇന്നി മാ അജസ്തു അൻ ഇഹ്യാഇൽ മൗത. മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. അള്ളാഹു തന്ന വലിയ അനുഗ്രഹം കൊണ്ട് മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്ന വിഷയത്തിൽ എനിക്കൊരു പ്രയാസവും ഇല്ല. വഖദ് അജസ്തു അൻ മുആലജത്തിൽ അഹ്മഖ്. പക്ഷേ വലിയ പ്രയാസം ഏതാണെന്നറിയോ? ഒരു വിഡ്ഢിയെ ചികിത്സിക്കലാണ്, ഒരറിവില്ലാത്തവനെ ചികിത്സിക്കലാണ് വലിയ പ്രയാസം. മരിച്ചോലെ ജീവിപ്പിക്കൽ അത്ര പ്രയാസമില്ല എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉദ്ധരണി സയ്യിദി അബി ഹാമിദിനിൽ ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി അതിൻ്റെ ഒരു രൂപം പറയാണ്. എങ്ങനെ ഇത് ഉണ്ടാകല്, ഈ പ്രശ്നം എങ്ങനെ ഉണ്ടാകല്? വദാലിക റജുലുൻ യസ്തഗിലു ബി ത്വലബിൽ ഇൽം. ഒരു മനുഷ്യൻ യസ്തഗിലു, അവൻ ജോലിയാകും, ബി ത്വലബിൽ ഇൽമി, ഇൽമു പഠിക്കാൻ ജോലിയാകും, സമനൻ ഖലീലൻ, കുറച്ച് കാലം, കുറച്ച് കിതാബ് ഓതുവാണ്. വയതഅല്ലമു ശൈഅൻ മിനൽ ഉലൂമിൽ അഖലിയ്യി വശർഇയ്യി, മതപരവും അതുപോലെ ബുദ്ധിപരവുമായ കുറച്ച് അറിവുകൾ ഓൻ നേടും. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഓൻ വലിയ വലിയ ആലിമീങ്ങളെ കശക്കുന്നത്. യാ റബ്ബ്, ഈ കാലത്തേക്കുള്ള ഒരു സംഭവമായിട്ടാണല്ലോ ഗസാലി ഇമാം ഇത് പറയുന്നത്. എന്നിട്ട് ഈ കുറഞ്ഞ കാലത്തെ അറിവ് കൊണ്ട് കുറച്ച് എന്തെങ്കിലും പഠിച്ചു വെച്ചു, ഫുള്ളാക്കിയില്ല. ഫയസ് അലു, പിന്നെ ഓൻ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. വയഴ്ത്തരിന്നു, ഓനിങ്ങനെ
ഏത്തിറാലാക്കാൻ തുടങ്ങി, വിമർശിക്കാൻ തുടങ്ങി. ഹമാക്കത്തിൻ അലൽ ആലിമിൽ കബീർ, വലിയ വലിയ ആലിമീങ്ങളെ ഇവൻ കുതിരാക്കാൻ തുടങ്ങി. ഇതിനേക്കാളും വലിയ ഹമാക്കത്ത് എന്താണ്? അൽ മുംതളി ഉംറുഹു ഫിൽ ഉലൂമിൽ അഖ്ലിയ്യി വശർഇയ്യി, ഇൽമിയും അഖ്ലിയും ശർഇയ്യുമായ ഇൽമുകളിൽ ജീവിതം മുഴുവൻ മാറ്റിവെച്ച വലിയ പണ്ഡിതന്മാരെ ഇവൻ മൈക്ക് കെട്ടി ചീത്ത പറയുന്നു. ഇവന്റെ രോഗം മാറൂല, ഇതിന് ചികിത്സയില്ല. എന്താണ് ആ പ്രയോഗങ്ങളൊക്കെ? എന്തൊക്കെയോ പേരിൽ കള്ളത്വരീക്കത്തുകാർ ഒന്ന് വലിയ ഉലമാഇനെ ചീത്ത പറയുന്നു. 60-70 കൊല്ലക്ക് സ്വഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്ത ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ ചീത്ത പറയുന്നത് ആരാ? കുറഞ്ഞ കാലം ഓതി പിന്നെങ്ങനെ ഫിത്ന കളിച്ച് നടക്കുന്നവർ, നഊദു ബില്ലാഹ്. എത്ര സത്യസന്ധമായിട്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇത് വിവരിക്കുന്നത്. യാ റബ്ബ് വഹാദൽ അഹ്മഖ്, ഈ പമ്പര വിഡ്ഢി, ലാ യഅലമു, അവനക്ക് എന്താ അറിയാം? ഒരു ചുക്കും അറിയില്ല അവനക്ക്. അങ്ങനെ അതിനർത്ഥം വെക്കുക, ലാ യഅലമു, ഒരു ചുക്കും അറിയില്ല. വയളുന്നു, ഓന് ധരിക്കുന്നു, അന്നമാ ഉഷ്കില അലൈഹി ഹുവ ഐളൻ മസ്കലൻ ലിൽ ആലിമിൽ കബീർ, ഈ വലിയ ആലിമിന് എൻ്റെ ഈ ചോദ്യങ്ങളൊക്കെ അത് കേട്ടപ്പാകെ ഇഷ്കാലായിട്ടുണ്ട്. ആകെ പിടുത്തം വിട്ടുകണി ഈ ആലിം എൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ എന്ന് അങ്ങനെ ധരിക്കുകയാണ്. ഇവനല്ലേ വിഡ്ഢി? അല്ലെങ്കിൽ ഈ ആലിമൊന്നും മുണ്ടുന്നില്ല. ഇവന്റെ കവലകൾ തോറും ദിവസവും തെറിപ്പാട്ടുകൾ നടക്കുമ്പോൾ ഈ ആലിമൊന്നും പ്രതികരിക്കുന്നില്ല. പോം വിചാരിച്ചത് നല്ലോണം കൊണ്ടുകണെന്ന്. എത്ര വല്ലാത്ത സത്യസന്ധമായിട്ടുള്ള പറച്ചിലാണ് റബ്ബേ. ഫൈനാലം യതഫക്കർ ഹാദൽ ഖദറ, ഈ ഒരു സംഗതി അവൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ യകൂനു സുആലുഹു മിനൽ ഹമാഖാ, അവന്റെ ചോദ്യങ്ങളൊക്കെ വിഡ്ഢിത്തത്തിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളായിരിക്കും. അവൻ നാളെയും ചോദിക്കും. അതിനും വലിയ ആലിമൊന്നും ഉണ്ടൂല. അപ്പോൾ വിചാരിച്ച് അവൻ്റെ ഉഷാറായിട്ടാണ്. എന്തൊരു പോയത്തക്കാരൻ. ഫയംബഗി അല്ലാ തസ്തഇല, അതുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫയംബഗി അല്ലാ തസ്തഇല ബിജവാബിഹി, അതുകൊണ്ട് ഇവന് മറുപടി കൊടുക്കാതിരിക്കൽ അത്യാവശ്യമാണ്. ലിഅന്ന ജവാബൽ അഹ്മഖി, കാരണം അവൻക്കുള്ള മറുപടി എന്താണെന്നറിയോ? അഹ്മഖിന്റെ മറുപടി, അഹ്മഖിന് കൊടുക്കാനുള്ള മറുപടി അസ്സുകൂത്ത്, അത് മൗനമാകലാണ്. മിണ്ടൂല. ഓനെന്നും വന്ന് പല കവലകളിലും ആലിമീങ്ങൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ ആ 2 മണിക്കൂറും മഹാന്മാരായ ആലിമീങ്ങൾ എങ്ങനെ തെറി വിളിക്കും. എന്നാൽ ഈ ആലിമീങ്ങൾ അവരും എല്ലാ ദിവസവും സ്റ്റേജും പേജും ഉണ്ട്, പക്ഷേ ഇവനൊരക്ഷരം പറയുന്നില്ല. അപ്പൊ ഈ ഹംക്ക് വിചാരിക്കുകയാണ്, നല്ല കൊള്ളുന്നുണ്ട്, പിറ്റേന്ന് പരിപാടിയൊക്കെയാണ്, നല്ല കൊള്ളുന്നുണ്ട്. യാ റബ്ബ്, അവസാനം ഇവന്റെ നെഞ്ചിനെല്ലാം കൂടി കൊണ്ടിട്ട് അല്ലാഹുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സ്വല്ലൂഹ്, നരകത്തിലേക്കുള്ളൊരു ഏറ് വരാനുണ്ട്. അള്ളാഹു നമ്മളെയും എല്ലാരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ പറയുന്നവർക്കൊക്കെ നല്ല ബുദ്ധിയും തൻ്റെ ഇടവും അദബും അള്ളാഹു നൽകി റബ്ബേ നല്ല മാർഗത്തിലേക്ക് എത്താൻ അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യും. എല്ലാവരും ക്ലാസ്സുകൾ കേട്ട് പഠിച്ച്
അല്ലാഹ് നാഫിയായ ഇൽമിൻ്റെ ഖിദ്മകൾ സജീവമാക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.